നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ദൈവം നമ്മളെ ഒരുപാട് ബോധ്യങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അറിവുകളിലൂടെയും ജ്ഞാനങ്ങളിലൂടെയും എല്ലാം നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അറിവുകളിലൂടെയും ജ്ഞാനങ്ങളിലൂടെയും എല്ലാം കടന്നുപോയാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ സിസ്റ്റം തന്നെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബൈബിൾ തുടങ്ങുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ബൈബിൾ പറഞ്ഞു വെക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. അവിടെ വെച്ച് തന്നെ ദൈവം എല്ലാ നിരീശ്വരവാദികൾക്കും ബൈബിളിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അവിടെ മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ നമ്മൾ ദർശിക്കുന്നത് ആ ഉൽപ്പത്തിയുടെ ആദ്യത്തെ അധ്യായത്തിലാണ്. ആ സൃഷ്ടിയുടെ മനോഹാരിത മുഴുവൻ അവിടെ ദൈവം നമുക്ക് മുന്നിൽ വിരിച്ചു വയ്ക്കുകയാണ്. ഇങ്ങനെ സയൻസ് അടക്കം, സയൻസിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അടക്കം ദൈവം എല്ലാം നമുക്ക് വേണ്ടി, നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അമൂല്യമായ മുത്തുകളും പവിഴങ്ങളുമാണ്. ഇങ്ങനെയുള്ള സയൻറ്റിഫിക് ടെമ്പറൻസ്, ദൈവം തന്നെ ബൈബിളിൽ നമുക്കൊരു സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പല ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഒരു മന്ത്രവടിയുമായി വന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതല്ല, അതിന് കാലഘട്ടങ്ങൾ എടുത്തിട്ടുണ്ട്. ബൈബിൾ തമ്മിൽ നമ്മളോട് പറയുന്നു, ദൈവത്തിൻ്റെ ഒരു ദിവസം 1000 വർഷങ്ങൾക്ക് തുല്യമാകും എന്ന് ബൈബിളിലെ പല ഭാഗങ്ങളിലും പറയുന്നു. അപ്പോൾ ഇതുപോലെ വളരെ സയൻറ്റിഫിക്കായി നമ്മൾ ബൈബിളിനെ പഠിക്കുക എന്നുള്ളത് ഇന്നിൻ്റെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ യാത്രയുടെ ആവശ്യമാണ്. ഈ ബോധ്യം ദൈവം തന്നെയാണ് നമുക്ക് തരുന്നത്. ആ ബോധ്യത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ആ രീതിയിലുള്ള ചില ബോധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ബ്രദർ സണ്ണി സെബാസ്റ്റ്യൻ കാട്ടുകാരൻ ഇന്ന് നമ്മളോട്. അദ്ദേഹത്തിൻ്റെ ആ അനുഭവങ്ങളിലേക്ക്, ആ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെമ്പറൻസിനോടനുബന്ധിച്ചുള്ള ആ അനുഭവങ്ങളിലേക്ക് ദൈവം അദ്ദേഹത്തെ നയിച്ച ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ജസ്റ്റ് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ആദ്യം തന്നെ നമുക്ക് ഉൽപ്പത്തിയുടെ ആദ്യത്തെ പുസ്തകത്തിലെ, ഉൽപ്പത്തിയേക്കാൾ മുമ്പായിട്ട് നമ്മൾ കേൾക്കേണ്ട ഒരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:33. ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിക്കാം, ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പൊ ഞാൻ ഈ ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെങ്ങനെയാണ്, അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ദൈവം എങ്ങനെ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ വായിച്ച് ഉൽപ്പത്തി ഗ്രന്ഥത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത എടുത്തു നോക്കുമ്പോൾ, ഭൂമി ഒരു ട്രഷർ പ്ലാനറ്റാണ്, നിധികളുടെ ശേഖരണം നിറഞ്ഞ ഒരു ഗ്രഹം. അങ്ങനെ നോക്കുമ്പോൾ ഇതെങ്ങനെ ഈ വ്യത്യാസം, മറ്റ് ഗ്രഹങ്ങളും ഭൂമിയായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യത്യാസം? എന്തുകൊണ്ടാണ് മറ്റ് ഗ്രഹങ്ങളിലെ ടെമ്പറേച്ചേഴ്സ്, നമ്മുടെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ ഭൂമിയിൽ ഭൂമിയുടെ ടെമ്പറേച്ചർ കരുതിയിരിക്കുന്നത് രീതി മറ്റൊരു രീതിയിലാണ്. അപ്പോൾ അത് എടുത്തു പറയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1:6, 1-ാമത്തെ അധ്യായം 1:6 നമ്മൾ എത്തി നോക്കുമ്പോൾ മനസ്സിലാക്കാം, ദൈവം വെള്ളം കൊണ്ട് ഒരു വിധാനം ഉണ്ടാക്കി. ആ വിധാനത്തിലാണ് ഈ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നതെന്നുള്ളത് ഒന്ന് പഠിക്കാം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി. അങ്ങനെ പഠിച്ചപ്പോഴാണ് വലിയ വലിയ സംഗതികളാണ് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഒരു സയൻറ്റിഫിക് ടെമ്പറൻസ്, അതായത് ശാസ്ത്രബോധം നമ്മളിൽ ഉണ്ടാവണം, എന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മൾ താമസിക്കുന്ന ആ ഒരു നമ്മളത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. സഭയിലെ ഈ ചരിത്രത്തിൽ മൊത്തം സഭയിൽ എത്രയോ അച്ഛന്മാർ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. സഭയ്ക്ക് സയന്റിഫിക് ടെമ്പർ ഇല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് സഭയുടെ ഭാഗത്തു നിന്ന്. സഭയാണ് അതിനെ ലീഡ് ചെയ്തത്. പക്ഷെ പലപ്പോഴും ഇന്ന് അത് വിസ്മരിച്ചു പോകുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ സംസാരം പ്രാധാന്യം അറിയിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, ഈ അടുത്ത കാലങ്ങളിൽ ഇപ്പൊ നമുക്ക് ചന്ദ്രനെ കുറിച്ച് ഏകദേശം നമുക്ക് ഒത്തിരി വെളിച്ചം വീശത്തക്ക വിധത്തിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ പകൽ ചൂട് എത്രയാണ്, രാത്രിയാമങ്ങളിലുള്ള തണുപ്പ് എത്രയാണ് എന്ന് പറഞ്ഞ പോലെ മറ്റു ഗ്രഹങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ ചൂട് എങ്ങനെയാണ് എല്ലാം മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. അതായത് ഭൂമി ഒരു ഗ്രീൻ ഹൗസ് പോലെയാണ്. ഈ ജലം കൊണ്ടൊരു വിധാനം ഉണ്ടാക്കി ഒരു ഗ്രീൻ ഹൗസ് പോലെ സെറ്റ് ചെയ്തിട്ടാണ് ദൈവം ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ താമസിക്കുന്ന ആ മേഖല, അതിന് ട്രോപ്പോസ്ഫിയർ എന്ന് പറയും, അത് ആവറേജ് 13 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്.
ഇപ്പം ധ്രുവ പ്രദേശങ്ങളിൽ പോയാൽ -50 വരെ പോകാം. എന്നാൽ ഇക്വേറ്ററിലൂടെ നമുക്ക് നോക്കുമ്പോൾ +50 വരെ പോകാം. പക്ഷേ നമുക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാം, മറ്റു മൃഗങ്ങൾക്കൊന്നും നീങ്ങാൻ പറ്റുകയില്ല. നമുക്ക് ആവാസ വ്യവസ്ഥ അത് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ധ്രുവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഹീറ്റിംഗ് സിസ്റ്റം കൊണ്ടുപോകാം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിലാണ്. നമുക്ക് ഏത് പോളിസിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ മാറ്റാം. എന്നാൽ മൃഗങ്ങൾക്കത് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ അകത്ത് ഒരു സുഖവാസ കേന്ദ്രമാക്കിയിട്ടാണ് ദൈവം ഒരു ഫ്രീ സുഖവാസ കേന്ദ്രം. ഏത് ലിമിറ്റിലേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാം. നമ്മൾ അൺലിമിറ്റഡ് ആണ് ഭൂമിയിൽ. പിന്നെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മേലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഒരു മേഖല കണ്ടു. അവിടെ -200°C ആണ്. ഐ മീൻ ടോട്ടലി -200° വരെയാണ് അതിൻ്റെ ഇടയിൽ ഒരു വേറൊരു ഇത് പോകുന്നുണ്ട്, ഓസോൺ പാളികളെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓസോൺ പാളികൾ അവിടെയാണ് നമുക്ക് അൾട്രാവയലറ്റ്, ഈ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മിയുടെ അതിൽ നമുക്ക് ഹാനികരമാവുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ജന്തുക്കൾക്ക് ഹാനികരമാകുന്ന എല്ലാം ഫിൽട്ടർ ചെയ്ത്, ആ രശ്മികളൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടാണ് കടത്തിവിടുന്നത്. ഓസോൺ പാളിയിലൂടെ കടത്തിവിടുമ്പോൾ ഇതൊക്കെ ഫിൽട്ടർ ചെയ്യപ്പെടും. അതെവിടെ സ്ഥിതി ചെയ്തിരിക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അവിടെ -200°ആണ്. അവിടേക്ക് നമ്മുടെ പ്ലെയിനിനൊന്നും പോകാൻ പറ്റുകയില്ല. കേട്ടോ, നമ്മുടെ ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ട് വരെ പോകാൻ പറ്റുള്ളൂ, അതിന് മേലെ പോകാൻ പറ്റുകയില്ല. അതിന് മേലെ മെസോസ്ഫിയർ ഉണ്ട്. മെസോസ്ഫിയറിലും -200 മുതൽ 250°C വരെയാണ് അതും ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഈ മെസോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയർ, ആദ്യത്തെ നമ്മുടെ തലം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന തലം ട്രോപ്പോസ്ഫിയർ. ഈ മെസോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ആക്ച്വലി രണ്ട് സ്ഫിയർ ആണെങ്കിലും എല്ലാം -250° ആവറേജ് തണുപ്പാണ് അവിടെ. അതിൻ്റെ മേലെ ഏറ്റവും ചൂട് കൂടിയ ഒരു മേഖലയാണ് തെർമോസ്ഫിയർ. അവിടെ 1500-2000° വരെ ഐ മീൻ അതിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കും. അതിന് മേലെ എക്സോസ്ഫിയർ ഉണ്ട്. അതും ഇതുപോലെ 1500-2000° വരെ. ഇത് എല്ലാം ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലാണ് ഈ ഗ്യാസുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ മേഘങ്ങൾ വരെ, ഇപ്പം പ്ലെയിനിൽ നമ്മൾ പോകുമ്പോൾ മേഘങ്ങൾ കാണും, അതൊരു ലെവൽ വരെ മുകളിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലെയിനിൽ നിൽക്കുമ്പോൾ എല്ലാ മേഘം ഒരു ലെവലിലാണ് നിൽക്കുന്നത്. കാരണം ഇത് ഗുരുത്വാകർഷണ ഇതിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആകെ മൊത്തം പഠിച്ചപ്പോൾ ഇത് മേലെ 1500-2000°. അതിൻ്റെ മേലെയും ഇതുപോലെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽസ് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു ഗ്രഹത്തെക്കുറിച്ച് പഠിക്കണം, അവിടുത്തെ സ്ഥിതിവിശേഷം എങ്ങനെയാണ്. അപ്പം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ പകൽ ചൂടെന്ന് പറയുന്നത് 130°ക്ക് മേലെയാണ്, 130-130 മേലെയാണ്. രാത്രി യാമങ്ങളിൽ -200°C. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു അറ്റ്മോസ്ഫിയർ ഇല്ല. അതിൻ്റെ പൊടിപ്പടലങ്ങളൊക്കെ കൂടിക്കൊണ്ടവർ വേണമെങ്കിൽ കുറച്ചൊരു ചെറിയൊരു പൊടിപ്പടലത്തിൻ്റെ ആ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണത്തിൽ നിൽക്കുന്ന ഒരു പൊടിപ്പടലം മാത്രമേ ഉള്ളൂ. അവിടെ കാറ്റൊന്നുമില്ല, അവിടെ ഒരു അന്തരീക്ഷമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയ, ഈ കോസ്മോളജി പറയുമ്പോൾ ഇന്ന് വരെ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അത് വിട്ട് പറയാൻ പാടില്ല. എപ്പോൾ എന്ത് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇന്ന് വരെ കണ്ടെത്തിയ ഗ്രഹങ്ങളെ മുൻനിർത്തി നോക്കുമ്പോൾ എവിടെയും നമുക്ക് മാസയോഗ്യമായ ഒരു ഗ്രഹം ഇല്ല. സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹങ്ങൾ മുഴുവനും 800-1000-2000° ചൂടാണ്. അവർക്കൊന്നും അന്തരീക്ഷങ്ങളില്ല. ഇനി സൂര്യനിൽ നിന്ന്, ഭൂമി വിട്ട് സൂര്യനിൽ നിന്ന് അകലെ കിടക്കുന്ന ഗ്രഹങ്ങളിലെല്ലാം മൈനസാണ്. പല ശാസ്ത്രലോകങ്ങളിലെ പല മൂലകളിൽ നിന്ന് കേൾക്കുന്നു, മനുഷ്യന് വസിക്കത്തക്ക ഇതിലൊരു ഗ്രഹം കണ്ടെത്തി. ആ ഗ്രഹത്തെക്കുറിച്ച് ഒത്തിരി ചർച്ചകളൊക്കെ വന്നു. പക്ഷെ അവിടെ നോക്കുമ്പോൾ കണ്ടെത്തി എന്നുള്ളൂ. അവിടെ ചെന്ന് നോക്കുമ്പോൾ -800°C.
അത് പല കോണുകളിൽ നിന്നും പല ടെമ്പറേച്ചറാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ഭൂമിയുടെ പോലെ ഒരു അന്തരീക്ഷമില്ല. ഒപ്പം തന്നെ അത് ഒരു ട്രഷർ ഐലൻഡ് അല്ല. അല്ല, ഈ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വിശാലതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സൂര്യനെ മനസ്സിലാക്കി, അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കോടാനുകോടി നക്ഷത്രങ്ങളുടെ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന്. ഈ കോടാനുകോടി നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതൊരു സമൂഹമാണ്. ഇതുപോലത്തെ കോടാനുകോടി സമൂഹങ്ങളുണ്ട്. ഈ സമൂഹങ്ങളെല്ലാം പിന്നീട് കണ്ടെത്തി ഒരു കേന്ദ്രത്തിലേക്കാണ് ഇതെല്ലാം ചുറ്റി നിൽക്കുന്നത്. പിന്നീട് കണ്ടെത്തി ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വളരെ ഫാസ്റ്റായിട്ട് അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അങ്ങനെ കോസ്മോളജി ഒരുപാട് കണ്ടെത്തലുകൾ നടത്തി. കാരണം ഇത് ഇത്രയും വിശാലമായ ഒരു ഭാഗം എന്ന് പഠിച്ചു തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴാണ് നമ്മുടെ ഭൂമിയുടെ ഇത്രയും കാലം നമ്മൾ നടത്തിയ പഠനങ്ങളിൽ ഒന്നും ഇത്രയും അമൂല്യമായ ഒരു ഗ്രഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാധാന്യം എത്രത്തോളം ആണെന്നുള്ളത് പിന്നെ ദൈവം എത്രമാത്രം നമ്മൾ കരുതുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി. അതായത് മറ്റു ഗ്രഹങ്ങളെല്ലാം എല്ലായിടത്തും ഒന്നുമില്ലാന്നേ, ശൂന്യാണ്. ഗ്രഹം ജസ്റ്റ് ഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് പഠിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ചന്ദ്രനെ പോലെ നമ്മുടെ ഭൂമിയുടെ പ്രതലം ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ ഹൗസ് പോലെ നമ്മൾ ഇത്തരത്തിൽ ചൂടൊന്നും കടത്തിവിടാതെ, ഈ ചൂട് വന്നാൽ തന്നെ അത് തണുപ്പിച്ച് നേർമപ്പെടുത്തി നമുക്ക് ആവശ്യത്തക്ക വിധത്തിൽ മാത്രം കടത്തിവിടുന്നു. ഈ ചൂട് രാത്രിയാമങ്ങളിൽ ഇപ്പം ഭൂമി തിരിഞ്ഞ് സൂര്യനെതിരെ വരുന്ന മേഖലയുണ്ടല്ലോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന നൈറ്റ് ടൈമിൽ അവിടെ -200 ചന്ദ്രനിൽ. ആ കുളിരിലേക്ക് അല്ലെങ്കിൽ ആ തണുപ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളൊക്കെ മരിച്ചു പോകും. അല്ല, നമ്മൾ ആ റോവർ വിട്ടപ്പോൾ പോലും റോവർ ആ തണുപ്പിന്റെ സമയത്ത് റോവർ സൈലന്റ് ആയിട്ട് പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുകയും പിന്നെ അത് കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ചോ എന്ന് നമ്മൾ നോക്കും. പക്ഷെ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല, റോവർ പോയിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അത്രയും ഡിഗ്രിയിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. പിന്നെ അത് കഴിയുമ്പോഴാണ് ഇപ്പോൾ ഈ സാർ നേരത്തെ എനിക്ക് ഒന്ന് സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ അന്തരീക്ഷമില്ലാത്ത അവസ്ഥയിൽ അവിടേക്ക് വരുന്ന ഉൽക്കകളുടെ പതനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അത് മറ്റൊരു മേഖലയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഈ തെർമോസ്ഫിയറിൽ കളക്ട് ചെയ്ത് വെക്കുന്ന ഹീറ്റ് എനർജി, സൂര്യനിൽ നിന്ന് പകല് കിട്ടുന്ന അത് കളക്ട് വെക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഈ തെർമോസ്ഫിയറും എക്സോസ്ഫിയറും. അവിടെ ഹീറ്റ് കളക്ട് ചെയ്ത് വെക്കുക. രാത്രിയാമങ്ങളിൽ നമ്മൾ തണുത്ത് മരവിച്ച് പോകാതിരിക്കാൻ ചന്ദ്രനെ പോലെ നമ്മുടെ തൊട്ട് ഗ്രഹം വെച്ച് വേണമല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു കരുതലുണ്ട് അവിടെ, അത് നമുക്ക് വിസ്മയിക്കാൻ പറ്റില്ല. പിന്നെ വലിയൊരു അത്ഭുതം ഞാൻ കണ്ടത്, ഈ ചന്ദ്രയാൻ പോയപ്പോൾ അവര് ഈ ചന്ദ്രൻ്റെ മേഖല എടുത്തു നോക്കിയപ്പോൾ സൗത്ത് പോളിൽ +50 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് പകൽ സമയത്ത് ചൂട്. അവിടെ നിങ്ങൾക്ക് ഇത് വിട്ടുപോകരുത്, അവിടെ ലൂണാർ മന്താണ്, ഡേ ആണ്. നമുക്ക് 28 ദിവസമാണ്, അവർക്ക് ഒരു ദിവസം, ചന്ദ്രനിൽ ഒരു ദിവസം. അത് വിട്ടുപോയത്. അപ്പോൾ ഈ ലൂണാർ ഡേയിൽ നമ്മുടെ ചന്ദ്രയാൻ അവിടെ ചെന്ന് അവിടെ ഇറങ്ങി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു. അപ്പോൾ +50 ആണ് അവിടുത്തെ പോളാർ റീജിയനിലാണ് കൊണ്ടുപോയി ഇറക്കിയത്. നടുക്ക് കൊണ്ടുപോയി ഇക്വേറ്റർ റീജിയനിലല്ല ഇറക്കിയത്, പോളാർ റീജിയനിലാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ, ഈ ചന്ദ്രയാൻ്റെ തന്നെ പിക്ചറൊക്കെ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അവിടെ മുഴുവനും ഗർത്തങ്ങളാണ്. അതിപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് തന്നെ അവിടെ ഗർത്തങ്ങൾ. അപ്പോൾ ഈ ആസ്ട്രോയിഡ്സ്, വലിയ വലിയ പാറകൾ, ഒരു ചിന്ന ഗ്രഹം പോലത്തെ പാറകളൊക്കെ ഇങ്ങനെ ശൂന്യാകാശത്തിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് പെട്ടെന്ന് ചന്ദ്രൻ്റെയോ ഭൂമിയുടെയോ ആകർഷണത്തിൽ പെടുമ്പോൾ വളരെ ഫ്രീസിങ് സ്പീഡിൽ, ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ട് വരും, ഭൂമിയിൽ വന്ന് പതിക്കാനായിട്ട്. എന്ന പോലെ ചന്ദ്രനിൽ പതിക്കാനും വരും. അപ്പോൾ ചന്ദ്രനിൽ പതിച്ചത് മുഴുവനും അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത കാരണം അവിടെ അങ്ങനെ ഒരു സംഗതി, അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് വന്ന് പതിക്കുന്നു. 200, 300, 400, 500 കിലോമീറ്ററിന്റെ ഗർത്തങ്ങൾ ഉണ്ടാകും, വ്യാസമുള്ള ഗർത്തങ്ങൾ. പിന്നെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയരുത്. ഇപ്പൊ ചെറിയൊരു ഗ്രഹം വന്ന് വീണത് 200 കൊല്ലം മുമ്പ് നമ്മുടെ സൗദി അറേബ്യയില. അതാണ് ഇപ്പൊ നമുക്ക് ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 10, 20, 30 ഇത്തരത്തില് പാറകൾ വന്ന് വീണ ഭൂമിയുടെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. മെക്സിക്കോയിൽ ഒരു 22 കിലോമീറ്റർ
വ്യാസമുള്ള 22 ഒരു കിലോമീറ്റർ വ്യാസം. അത് വീണിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതെവിടെയാണ് തടയപ്പെടുന്നതെന്നുള്ളതാണ് നമുക്ക് വലിയൊരു അത്ഭുതകരമായ ഒരു സംഗതിയാണ്. വലിയൊരു രഹസ്യം കൂടിയാണ് കേട്ടോ. അവിടെ ഞാൻ പഠിച്ചു വന്നപ്പോൾ ഈ എക്സോസ്ഫിയർ, ഇനി അവിടുത്തെ ഗ്യാസ് വളരെ നിർമ്മതയുള്ള ഗ്യാസാണ്. അതിൻ്റെ മോളിക്യൂൾസ് വളരെ തിന്നാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ വലിയ വലിയ പാറകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെറ്റീരിയൽസ്, ആസ്ട്രിയോഡ്സ് അല്ലെങ്കിൽ ചിന്ന ഗ്രഹം തന്നെ വെച്ചാൽ ഇടിക്കാറുണ്ട്. ഇടിക്കാതെ ഇരിക്കുന്നൊന്നുമില്ല, വന്ന് ഇടിക്കുന്നുണ്ട്. എവിടെ? എക്സോസ്ഫിയർ, ഏറ്റവും പുറമേയുള്ള പാളിയിൽ വന്ന് ഇടിക്കുന്നു. ഏറ്റവും പുറമേയുള്ള പാളിയുടെ പുറം തോടിൽ വന്ന് ഇടിച്ച് ചിന്ന ഭിന്ന. കാരണം അതിന്റെ ആ കറങ്ങുന്ന സ്പീഡ് എന്ന് പറയുന്നത്, സ്പീഡ് അതൊരു അത്ഭുതമാണെന്നേ. സ്പീഡൊന്നുമില്ല, അതൊരു വലിയൊരു അത്ഭുത. വന്ന് ഇടിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ടത് അതിൻ്റെ എയർ മോളിക്യൂൾസ് വളരെ തിന്ന, അവിടെയാണ് ഇവിടെ വന്ന് ഇടിക്കുന്നത്. അപ്പം ഇടിക്കുന്നതോടുകൂടി അത് പൊടിഞ്ഞ് തരിപ്പണാവുന്നു. പിന്നെ അത് വീണ്ടും യാത്രയിൽ തന്നെയാണ്, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇടിച്ച പാർട്ടിക്കിൾസ് ആയിട്ട് സ്മോൾ പാർട്ടിക്കിൾസ് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തെർമോസ്ഫിയറിൽ വന്നപ്പോൾ ഹീറ്റപ്പ് ആവും. 1500 2000 ഡിഗ്രി ചൂടില് ഹീറ്റപ്പ് ആവും. പിന്നെ കിടക്കുന്നത് മെസോസ്ഫിയറിൽ വരുമ്പോൾ കൂളിംഗ് ആവും. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിന്റെ എൻഡിൽ വരുമ്പോൾ ഓക്സിജനായിട്ട് കൂട്ടിമുട്ടും, അതിന് തീ പിടിക്കും. അത് ശരിക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പല വർണ്ണങ്ങളിലാണ് വന്ന് വീഴുന്നത്. ഉൽക്കകളില്ലേ, ഷൂട്ടിംഗ് സ്റ്റാർ പലപ്പോഴും ആകാശത്തൂടെ പോണ കാണാം. അപ്പൊ ചെറിയ ചെറിയ പൊടിയായിട്ട് ആണ് വന്ന് ഭൂമിയിൽ പതിക്കുന്നത്. നമുക്കത് കാണാനും നല്ല ഒരു ഭംഗിയുള്ള ഒരു സംഭവമാണ് അത്. അപ്പൊ ഇതെല്ലാം കൂട്ടി വെച്ച് വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഇന്നും നമ്മളെ കരുതുന്നുണ്ട്. എത്ര കരുതലോടെയാണ് ദൈവം. എത്ര മനോഹരമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ പറയും വെള്ളം കൊണ്ട് ഒരു വിധാനം ഉണ്ടാക്കി. പലപ്പോഴും ഈ വെള്ളം കൊണ്ട് വെള്ളത്തെ രണ്ടായി വിഭജിച്ചു, വിധാനം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പലപ്പോഴും എവിടെ ഇത് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ശൂന്യാകാശമാണ്, അതിന്റെ അപ്പുറം ഇങ്ങനെയാണ്, ഇതിന്റെ എവിടെ വിധാനം ഉണ്ടാക്കി എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ, പക്ഷേ ഈ ഉണ്ടാക്കിയേക്കുന്ന ഈ ജലത്തിന്റെ ഗ്യാസ് ഫോം എത്രത്തോളം സുന്ദരമായാണ് നമ്മളെ പരിരക്ഷിക്കുന്നത് നമുക്കൊന്നും കാണാനും പറ്റുകയല്ല. നമുക്ക് വളരെ കാണുമ്പോൾ നല്ല ചന്തമുണ്ടല്ലോ. അതായത് നക്ഷത്രങ്ങളൊക്കെ കാണാം, ഉൽക്കം വീണ്ടും പതിക്കുന്ന കാണാം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ 5 ലെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളം കൊണ്ടാണെന്നുള്ള കാര്യം മറക്കരുത്. വേറെ ഒരു ഗ്രഹങ്ങളിലും ഇത്തരത്തിലൊരു സംവിധാനം ഇല്ല. അപ്പൊ ദൈവം മനുഷ്യനായത് തൻ്റെ മക്കൾക്ക് ഇവിടെ സുഖമായി ജീവിക്കാൻ അവന് ഇഷ്ടപ്പെടുന്ന മേഖലയില് ഋതുഭേദങ്ങളെല്ലാം അതിന്റെ രീതിയിൽ ഒരുക്കി വളരെ സുന്ദരമായിട്ട് ആണ് ഇത് സൃഷ്ടി, ദൈവത്തിന്റെ സൃഷ്ടിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മക്കൾക്കൊന്നും അറിയില്ലാന്ന് നമ്മൾ ഇത് രണ്ടുപേരും കൂടി ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈ കോസ്മോളജി ഇതിനെക്കുറിച്ച് പണ്ട് വായിച്ചപ്പം എനിക്ക് ഈ ഇതിന്റെ വിശാലത ഓർത്ത് അതിൻ്റെ ഉള്ളിലെ നമ്മുടെ അതിന്റെ നമ്മുടെ എത്ര സ്മോളാണ്, എത്ര ചെറുതാണ് നമ്മളെന്ന് ഓർത്ത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ, പക്ഷെ എനിക്ക് മനസ്സിലായത് കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നേരം മറ്റ് ഒരു വായനയിൽ എനിക്ക് മനസ്സിലായി, നമ്മുടെ ഈ ബ്രെയിൻ നമ്മൾ ഇത്രയും ചിന്തിച്ച് നമ്മൾ ഇതിനെല്ലാം ഗ്രഹിക്കുന്നു, ഇത്രയും ഇതേപോലെ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള എത്രയോ കോടി ജന്മങ്ങളെയാണ് ഇതേപോലെ ഒരു ജീവന്റെ ഉള്ളിൽ ദൈവം ഒരൊറ്റ ഒരു ചെറിയൊരു ജീവന്റെ ഉള്ളിൽ ഇത് മുഴുവൻ വ്യാപിക്കാൻ, ഈ ലോകത്തിൽ മുഴുവൻ വ്യാപിക്കാൻ പാകത്തിൽ കോടാനുകോടി മനുഷ്യരുടെ ഒരു കുരുപ്പാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ കുറച്ചു പേർക്ക് സംശയം, ഇപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ട്, അത് തെർമോസ്ഫിയറിന്റെ മേലെ എക്സോസ്ഫിയറിന്റെ ഇടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത് സ്ഥിതി ചെയ്യുന്ന അവിടെ ഭയങ്കര ടെമ്പറേച്ചറാണ്. ഇപ്പം ബ്രദർ ഈ പറയുന്നത് ഏറ്റവും പ്രധാന അറിവിന്ന് ഇപ്പം സുനിത വില്യംസ് അവിടെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമ്മൾ അതിനെ ശരിക്കും പറയുമ്പോഴാണ് അതിന് ഇപ്പൊ അവിടെ ഇത്തിരി ഒരു ട്രാപ്പിലാണ്, പക്ഷെ അത് എസ്കേപ്പ് ചെയ്യാന്ന് പറയുന്നത്. കാരണം വേറെ പ്രശ്നങ്ങളൊന്നും. ഇപ്പൊ കൽപ്പന ചൗള പോയിപ്പോ ടൈൽസ് ഉണ്ട്. ഇത് ഈ ചൂട് ഉള്ളിലേക്ക് അത്ര ഭയങ്കര ഊഷ്മാവാണല്ലോ, 1500 ഡിഗ്രി 2000 ഡിഗ്രി ഊഷ്മാവുള്ള മേഖലയിലാണ് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇങ്ങനെ ഒഴുകി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മൂവ്മെന്റ് അവിടെയാണ്. അപ്പൊ അവിടെ അതിന്റെ ഉള്ളിലേക്ക് ഇത്രയും വലിയൊരു മേഖലയിലേക്ക് ഊഷ്മാവ് എത്തിച്ചേരാത്ത വിധത്തിലാണ് അതിനൊരു ടൈൽസ് സെറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ആ ടൈൽസാണ് ഈ ചൂടാത്തിക്ക് കടത്തി വിടാതെ സംരക്ഷിക്കുന്നത്.
അതിൽ കുറച്ച് ടൈൽസാണ് അപ്പോൾ ഐ മീൻ ലിഫ്റ്റ് ഓഫ് ടൈമിൽ അപ്പോളോയ്ക്ക് പറ്റിയൊരു ചെറിയൊരു അപകടം ഉണ്ടായത്. പക്ഷെ അവർ കണക്കൂട്ടിലൊക്കെ തെറ്റിപ്പോയി തിരിച്ചു വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വെച്ചു. പക്ഷെ ഘർഷണത്തിൽ പെട്ട് ഓക്സിജൻ വന്ന് ഓക്സിജൻ വരുമ്പോഴാണ് തീ പിടിക്കുന്നത്, അല്ലെങ്കിൽ തീ പിടിക്കുകയല്ല. അപ്പൊ നമ്മുടെ ട്രോപ്പോസ്ഫിയറിലേക്ക് കയറിയപ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ ഓക്സിജൻ കയറി തീ പിടിക്കുന്നത്. അതർവൈസ് ഉള്ളിലല്ല. അതിന്റെ ഈ ടൈൽസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ കോട്ടിംഗ് ആണ്. അപ്പൊ അതിന്റെ എക്സ്റ്റീരിയർ കോട്ടിങ്ങിന്റെ ഉള്ളിൽ ആ മെറ്റലില്ലേ, അതിന് തീ പിടിച്ചിട്ടാണ് ഉള്ളിലേക്ക് തീ ചെല്ലുന്നത്. അപ്പം ബ്രദർ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പല ലെയറുകളിലൂടെ നമ്മുടെ ഭൂമിയെ എത്ര സുന്ദരമാക്കി അതിൻ്റെ ടെമ്പറേച്ചറുകളും ഋതുഭേദങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ദൈവം മനുഷ്യരുടെ ജീവനെ എത്രത്തോളം, ജീവിവർഗത്തെ എത്രത്തോളം പരിപാലിക്കുന്നു, പ്രത്യേകിച്ചും മനുഷ്യനെ എത്രത്തോളം പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ഇനി നമുക്ക് അതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ബ്രദർ ഇപ്പം അതിൻ്റെ സോഷ്യൽ ബീയിങ് ഉണ്ട്. ഇനിയിപ്പോൾ ഭൂമിക്കുള്ളിൽ ഒരു സോഷ്യൽ ബീയിങ്ങിനെ ദൈവം സെറ്റ് ചെയ്തേക്കാണ്. ആ സോഷ്യൽ ഒരു സ്ട്രക്ചർ, ഒരു സോഷ്യൽ സ്ട്രക്ചർ ദൈവം ബേസിക്കലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് പിന്നെ നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ശരിക്കും ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, നമുക്ക് മനുഷ്യനൊരിക്കലും ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഉള്ള ബീയിങ്ങിൽ നിന്ന് മാത്രമേ മറ്റൊരു ബീയിങ്ങിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, മറ്റ് ജീവികളെ മുഴുവനും ദൈവം കൽപ്പിച്ചു, ജലം അത് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഭൂമി അവയെ സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ വന്നപ്പോൾ ദൈവം ജീവൻ മനുഷ്യന്റെ നാസ്യേന്ദ്രിയങ്ങളിലേക്ക്, നോസ്ട്രസിലേക്ക് ദൈവം ജീവവായു നിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിൽ നിന്നാണ് നമ്മൾ ജീവൻ എടുക്കുന്നത്. മറ്റ് മൃഗങ്ങളെയും അല്ലെങ്കിൽ മറ്റ് ജീവികളെ പോലെ അല്ലെങ്കിൽ വൃക്ഷങ്ങളെ പോലെ അല്ല. മറ്റതെല്ലാം ദൈവം പുറപ്പെടുവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യത്യസ്ത ജീവി, ഇതിനു കൂടി ഒരു കോംപ്ലക്സ് ജീവി എന്ന് പറയാം. അല്ല ബ്രദർ ആദ്യം തന്നെ അത് സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ മനുഷ്യനെ ഈ ഭൂമിയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും പോയി ജീവിക്കാൻ. അപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോ ഇതിന്റെ ഒരു സാമ്പത്തിക മേഖലയെ കുറിച്ച് ഒന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ നോക്കും പലരും പല രീതിയിലും ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. എന്തുകൊണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റിയെന്നല്ല, ഭയങ്കര വിലക്കയറ്റമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ നോക്കിപ്പോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ മക്കളായിട്ടാണ്. അപ്പനും മക്കളും കൂടിയും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോ അപ്പൻ ബില്ല് എഴുതി കൊടുക്കില്ലല്ലോ, ഇത്ര ഇഡ്ഡലി കഴിച്ചു അല്ലെങ്കിൽ ഇത്ര ദോശ കഴിച്ചു എന്ന പോലെ ദൈവം ഒരു ബില്ലും കൊടുക്കുന്നില്ല, എല്ലാം സൗജന്യമാണ്. ഇപ്പം നമ്മൾ പക്ഷെ ആ സൗജന്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ രുചിക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു സൗജന്യമാണ്. ഇപ്പം നമ്മൾ മത്തി പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു മീൻ പിടിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഏത് തലത്തിലേക്കും മീൻ റോസ്റ്റ് ചെയ്ത് കഴിക്കാം, ഫ്രൈ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഫിഷ് മോളി ഉണ്ടാക്കാം, അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ ടേസ്റ്റിന്. പക്ഷെ മീൻ കടലിൽ സൗജന്യമാണ്. ഈ ലോകത്തിൽ കിട്ടുന്ന ഈ ട്രഷർ പ്ലാനറ്റിൽ കിട്ടുന്ന സർവ്വതും നമുക്ക് സൗജന്യം. വായു പോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ഞാൻ മുന്നേ ഒക്കെ കേട്ടിരിക്കുന്നത് വായു മാത്രം സൗജന്യമാണ്. അല്ല, ഇപ്പം നമ്മൾ ഈ മൈനിൽ പോയാൽ സ്വർണ്ണക്കനി ഇല്ലേ, അവിടെ പോയാൽ യു ഡോണ്ട് പേ ടു ദ മൈൻ. നമ്മൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കിട്ടുന്നത് ഫ്രീയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ഞാൻ മീൻ കടലിൽ നിന്ന് പിടിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ഞാൻ റോബിൻ്റെ അടുത്ത് വരുമ്പോൾ റോബിൻ ആദ്യം ചോദിക്കുന്നത് ഇതിന്റെ വിലയാണ്. അപ്പൊ ഈ റോബിനാണ് ഇതിന്റെ വില തരാൻ താല്പര്യം എടുക്കുന്നതാണ്. നമ്മൾ വിൽക്കാനാണെങ്കിലും റോബിൻ വില നൽകാൻ താല്പര്യമുള്ളതിനാണ്. കാരണം ദൈവം റോബിനെ തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുക. വില കൊടുക്കുന്നതിൻ്റെ മകനാണ്, അവനാണ് വില കൊടുക്കുന്നത്. അവനെ കുറച്ച് കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നമാണ് നമ്മൾ നോക്കേണ്ടത്, വില കൊടുക്കുന്ന മേഖല. അപ്പം ഞാൻ എപ്പോഴും പറയും, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കോളേജ് പ്രിൻസിപ്പാളായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് ഒരു 2 തലത്തിലാണ് നമുക്ക് വലിയൊരു നന്മ നൽകിക്കൊണ്ടുവരുന്നത് സാമ്പത്തിക മേഖലയിൽ. ഒരു തലത്തിൽ കുഞ്ഞ് വാങ്ങിക്കുന്നവനാണ്, വില കൊടുത്ത് വാങ്ങിക്കുന്നവനാണ്. കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ സാമ്പത്തികമായിട്ട് നമുക്ക് ഉന്നതി പ്രാപിക്കാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു മേഖലയിൽ കുഞ്ഞ് വളർന്നു വന്നു കഴിഞ്ഞാൽ അവൻ ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യ വിഭവശേഷി, അതായത് അവൻ എല്ലാ പ്രൊഡക്ഷനും നമ്മൾ സഹായിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞ് ജനനം കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യ വിഭവശേഷിയുടെ എണ്ണം കുറയും. അപ്പോൾ അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും.
ഏതൊരു ഉൽപ്പന്നം ഡിമാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ വില കൂടുമല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എടുത്തു പറയണം. നമ്മൾ ആൾ പറഞ്ഞ് കൂലി കൂടി, കൂലി ഇപ്പം അത്രമാത്രം കൂടി, നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ. ആ വിലക്കയറ്റമാണ് പ്രൊഡക്ഷനെ ബാധിക്കുന്നത്. അവ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി, അങ്ങനെ പ്രൊഡ്യൂസിൻ്റെ കോസ്റ്റ് കൂടി. ഈ പ്രൊഡ്യൂസ് മാർക്കറ്റിൽ വരുമ്പോൾ വാങ്ങിക്കാൻ ആളില്ല. അതാണ് നമ്മുടെ ട്രാപ്പ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം ഇങ്ങനെയാണ് ദൈവം പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അവകാശമാക്കുക. അപ്പോൾ അവിടെയാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം. ഇന്ന് പഠിപ്പിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം ശരിയല്ല എന്ന് വേണം. ദൈവം സ്ട്രക്ചർ ചെയ്തേക്കുന്ന ആ സോഷ്യൽ സ്ട്രക്ചറിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തമായ ഒരു വഴി തേടുമ്പോൾ അതൊരു വലിയ ഡിസാസ്റ്ററിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ചൈനയ്ക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം ചൈനയിൽ പെൺകുട്ടികളില്ല. ഒറ്റ കുഞ്ഞ് സിദ്ധാന്തം പ്രിഫർ ചെയ്തു. ഇപ്പൊ അവിടെ അങ്ങനെ ഒരു ക്രൈസിസ് ജപ്പാനിൽ ഇത് അനുഭവിക്കുന്നു. ജപ്പാനിൽ കഴിഞ്ഞു, അനുഭവിക്കാനൊന്നുമില്ല, എല്ലാം അസ്തമിച്ച് കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ 1.49 ആണ് അവിടുത്തെ ഓവറോൾ ഫെർട്ടിലിറ്റി റേറ്റ്. യെസ്. അപ്പൊ നമ്മളിപ്പോ ഇന്ത്യയുടെ ഒപ്പം നിൽക്കണ തന്നെ കേട്ടോ കേരളം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ വേറൊരു രാജ്യമായിരുന്നെങ്കിൽ കഴിഞ്ഞു. ഇവിടെ ഒത്തിരി എന്നാ പറയുക സിവിൽ വാർ അങ്ങനത്തെ ഒത്തിരി പ്രതിസന്ധിയിലേക്ക് നമ്മൾ കയറി ചെല്ലേണ്ട ഒരു ഗതികേടിലേക്ക് എത്താഞ്ഞത് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന കാരണമാണ്. മൊത്തം ഒരു മാസ് ഉണ്ടല്ലോ, മാസ് പോപ്പുലേഷൻ. അപ്പൊ അങ്ങനെ ഒരു ടീച്ചറിന്റെ കാര്യം എടുത്ത് പറയണെങ്കിൽ ഡിഗ്രി ഹോൾഡർ ആണെങ്കിലും സ്കൂളിൽ വരണമെങ്കിൽ സ്കൂളിൽ കുട്ടികളുണ്ടാവും. സ്കൂളിൽ പിള്ളേർ ഇല്ലാതെ പിന്നെ അവരിപ്പോ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം 10 PhD ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഈ ഒരു സംഗതിയാണ് ദൈവം ആവശ്യപ്പെടുക. എൻ്റെ മക്കൾക്ക് അർത്ഥം പറ്റിപ്പോയി, ഇത് തിരിച്ചു വരാം. ഇപ്പൊ പൊളിറ്റിക്കൽ സിനാരിയോയില് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടല്ലോ, അതായത് രാഷ്ട്രീയമായിട്ട് കാണുകയാണെങ്കിൽ മെജോറിറ്റി വിൻസ് എ ഗെയിം. ആരോ കൂടുതൽ വോട്ട് ചെയ്യുന്നത് അവനാണല്ലോ ജയിക്കുന്നത്. അപ്പം കൂടുതൽ വോട്ട് ചെയ്യുന്നതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തുകൊണ്ട് നമുക്ക് കുറഞ്ഞു, അതാണ് എടുത്ത് ചോദിക്കേണ്ടത്. കാലത്താണെങ്കിലും പണ്ട് കാലത്താണെങ്കിലും ആള് യുദ്ധം ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ രാജ്യം വിജയിക്കുള്ളൂ. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ തെക്കൻ, ഈ സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗങ്ങൾ തിരുവിതാംകൂർ രാജാവായിരുന്നല്ലോ ഭരിച്ചിരുന്നത്. ആ സമയത്ത് ക്രിസ്ത്യാനികൾക്ക് 10, 12, 22 മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഏത് ഈ ബ്രിട്ടീഷുകാർ ഉള്ള കാലഘട്ടം, അതായത് 200 കൊല്ലം പഴക്കമുള്ളൊരു കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അന്ന് ക്രിസ്ത്യൻസിനെ ഗവൺമെൻറ് തൊഴിലൊന്നും കൊടുത്തിരുന്നില്ല, കാരണം അതൊരു ഹിന്ദു ഗവൺമെൻറ്, നമ്മൾ ക്രിസ്ത്യൻസും. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, നമ്മുടെ പൂർവികർ എന്ത് ചെയ്തു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അവർ കുഞ്ഞുങ്ങളെ കുറയ്ക്കാനല്ല നോക്കിയത്. ദൈവത്തിൻ്റെ വചനം അവർ നിവൃത്തിയാക്കി, കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി. അവർ മലബാറിലേക്കാണ് കുടിയേറിയത്. മലബാറിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണം ഈ ഒരു ജനമായിരുന്നു. അവിടെ അങ്ങനെ വന്ന് നമ്മളവിടെ വളരെ ഉന്നതി പ്രാപിച്ചു, ഏത് സാമ്പത്തിക മേഖലയിൽ. ഇന്ന് നമുക്ക് പിന്നാക്കം പോയതിൻ്റെ കാരണം എന്താ? നമ്മൾ ദൈവവചനം ലംഘിച്ചു, 1, 2ലേക്കായി. ആ 1, 2ലേക്കായതാണ് ഇന്നത്തെ പ്രശ്നം. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. ഇടയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മിനിസ്ട്രിയിൽ നമ്മളൊരു 500 സ്ത്രീകളെ പ്രസവം നിർത്തിയവർ അവർ തിരിച്ചു ചെയ്തു. അവരിലൂടെ ഒത്തിരി മക്കൾ നമുക്ക് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഇപ്പോൾ 2 മക്കളായിട്ട് നിർത്തിയതാണ്, ഇപ്പോൾ 5 മക്കൾ വേറെ ജനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവ് ഫലം നമ്മുടെ മുമ്പിലുണ്ട്, ഒരു പുതിയ ആകാശം. എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇനി ഈ പ്രസവം നിർത്തിയോർത്ത് വേണമെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ അവരൊക്കെ വളരെ സന്തോഷമായിട്ട് ജീവിക്കും. അങ്ങനെ ചെയ്തവര് സന്തോഷമായിട്ട് ജീവിക്കുന്നു, കൂടുതൽ മക്കളായി. പിന്നെ മറ്റൊരു കാര്യം, അവര് ചെയ്ത തിന്മയെ കുറിച്ച് ഓർത്ത് അവരൊത്തിരി വേദനിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊരു മോചനമായി. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ ശരീരവും രക്തവും ഉൾക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നേറ്റായിട്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹങ്ങളും എല്ലാം ഉള്ളിൽ പേറുന്ന മനുഷ്യരാണ്, ശരീരവും രക്തവും സ്വീകരിച്ച്. ആ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന എത്ര മക്കളെ ഉണ്ടാക്കിയാലും അത് ഈ ലോകത്തിന് വലിയ പ്രകാശമാണ്. 10 മക്കളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ 10 മക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഏറ്റവും വലിയ പ്രേക്ഷിത വില എന്ന്. കാരണം ആ 10 ദൈവത്തിൻ്റെ അതേപോലെയുള്ള ആ മക്കളെ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച് തലമുറ പിന്നെ അങ്ങനെ പകർന്നു പോകും.
അപ്പൊ അതൊരു വലിയ ഫാക്ടറാണ് അത്. കാരണം അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണത്. പിന്നെ ദൈവം നമ്മളോട് നാളെ ചെല്ലുമ്പോൾ ചോദിക്കും. തീർച്ചയായും ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയോ? എനിക്ക് 48-ാം വയസ്സിലെ 4ാമത്തെ കൊച്ചുണ്ടാകുന്നു. 48-ാം വയസ്സില്. അപ്പോഴാണ് എനിക്ക് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സാമ്പത്തികമായിട്ടും പിന്നെ ആൾക്കാരുടെ പറച്ചിലും ഒക്കെ. പക്ഷേ ഇപ്പൊ നമ്മൾ കൊടികുത്തി വാഴുക, മനസ്സിലായ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇപ്പൊ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, നമ്മൾ ക്രിസ്ത്യൻസ് ഇപ്പൊ കേരളത്തിലെ മൊത്തം സിംഹവാലൻ കുരങ്ങ് എന്നുള്ളൊരു സംഗതി ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ക്രിസ്ത്യൻ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ വലിയ കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരിക. ഏത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏത് ക്രിസ്ത്യൻ വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഒറ്റക്കെട്ടായി ഒരു എക്കണോമിക്കലായിട്ടുള്ളൊരു തോട്ട് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനാണ് പരിപാടി. അല്ല, അത് ബ്രദർ പറഞ്ഞാൽ ശരിയാ. കാരണം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഉണ്ടാക്കിയാൽ പിന്നെ ആരാണ് ഈ ലോകത്തിലുണ്ടാക്കുന്നത്? ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും, എല്ലാ അറിവുകളും അനുഭവങ്ങളും എല്ലാം നമുക്ക് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. നമ്മുടെ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും എല്ലാം തലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്കതിനെ വേണമെങ്കിൽ നോക്കിക്കാണാം. അത് ദൈവത്തിൽ നിന്നെല്ലാം അകറ്റി അത് നമ്മുടെ എന്തോ അവകാശമാണെന്നും നമ്മൾ കണ്ടുപിടിച്ചതാണെന്നുമുള്ള ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ദൈവത്തിന് നമ്മോടുള്ള കരുതലിൻ്റെയും കരുണയും അടിസ്ഥാനത്തിൽ ഇതിനെയെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇത് ഏത് രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മുന്നോട്ടുള്ള ഈ ജീവിതയാത്രയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങളും അറിവുകളും ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകുവാനുള്ള നമ്മുടെ പാതയാക്കി നമുക്ക് മാറ്റാം. അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിക്കുക. ആദ്യകാലത്ത് ബ്രദർ സൂചിപ്പിച്ചതുപോലെ ദൈവം നമുക്ക് എല്ലാം സൗജന്യമായാണ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചത്. അത് കഴിഞ്ഞ് മനുഷ്യൻ്റെ രക്ഷയ്ക്കായി വന്ന ക്രിസ്തുവും നമുക്ക് തന്നത് എല്ലാം സൗജന്യമായിട്ടാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഒന്ന് മാത്രമാണ്, ദൈവത്തിൻ്റെ അനന്യമായ സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് ഭൂമിയിലെ സയൻസുകളെയും അനുഭവങ്ങളെയും അറിവുകളെയും എല്ലാം മനസ്സിലാക്കുമ്പോൾ ഓർക്കുക, ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായി നമുക്ക് വേണ്ടി തന്ന, മക്കളെന്ന രീതിയിൽ തന്ന ദാനങ്ങളാണ് ഇവയെല്ലാം എന്ന് മനസ്സിലാക്കിയിരിക്കുക.